നമസ്കാരം. ക്ലസ്റ്റർ ബിയിൽ പെടുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഹിസ്റ്റീറിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ക്ലസ്റ്റർ ബിയിലുള്ള ഏകദേശം എല്ലാ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഡ്രമാറ്റിക്കായി പെരുമാറുന്നവരായിരിക്കും. അപ്പം ഹിസ്റ്റീറിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരും ഡ്രമാറ്റിക്കായി പെരുമാറുകയും അറ്റൻഷൻ സീക്കിംഗ് ആവശ്യപ്പെടുകയും ചെയ്യുന്നവരായിരിക്കും. അതായത് മറ്റുള്ളവരെല്ലാം തന്നെ തന്നിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി അവരുടെ വേഷവിധാനത്തിലൊക്കെ തന്നെ വളരെ സ്റ്റൈലിഷായി, ആരും ചെയ്യാത്ത രീതിയിൽ അത്രയും വ്യത്യസ്തമായ രീതിയിൽ വേഷവിധാനങ്ങളും വളരെ നല്ല പെരുമാറ്റമൊക്കെ കാണിച്ച്, നമ്മൾ പറയില്ല, ഒരു സഭയിൽ, ഒരു സമൂഹത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ കൂടുന്ന സ്ഥലത്തെത്തുമ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണമെന്ന രീതിയിൽ വാശി പിടിക്കുന്നവരായിരിക്കും ഇവർ. അതിനുവേണ്ടി അവർ എന്തും ചെയ്യാൻ തുനിയുകയും ചെയ്യും. അത് വേഷവിധാനം എന്നല്ല, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റി എന്നുള്ള രീതിയിലും ബോധക്ഷയങ്ങളും, അങ്ങനെ എല്ലാവരും തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ബന്ധങ്ങൾക്കൊക്കെ തന്നെയും അവർ വലിയ പ്രാധാന്യമൊക്കെ കൊടുക്കുന്നവരായിരിക്കും. പക്ഷേ ബ്രാൻഡഡായ സാധനങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുക, അതിനുവേണ്ടി ഒരുപാട് പണം ചിലവഴിക്കുക, ഡ്രസ്സിന് വേണ്ടി, കോസ്മെറ്റിക്സിന് വേണ്ടി, അവനവൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി ഒക്കെ ഒരുപാട് പൈസ ചിലവഴിക്കുക. വളരെ സെൽഫിഷായിരിക്കും ഇവർ. അതായത് തനിക്ക് വേണ്ടി എല്ലാം, ഈ ഉണ്ടാക്കുന്നതൊക്കെ തനിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ള രീതിയിലായിരിക്കും. ഇവരെയൊക്കെ കൊണ്ട് നമ്മളൊരു എന്തെങ്കിലും സാധനങ്ങളോ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു ധാരാളികളെ പോലെ നമുക്ക് തോന്നിപ്പിക്കുന്നവരായിരിക്കും ഈ കൂട്ടരുണ്ടാവുക. ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഒന്ന് ജനിതകമായ വൈകല്യങ്ങളായിരിക്കാം, പാരമ്പര്യ സ്വഭാവം ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പാരൻറ്റിങ്ങിൽ ഒരുവിധം ഡിസോർഡേഴ്സ് ഒക്കെ തന്നെയും പാരൻറ്റിങ്ങിലാണ്. അവർ ചെറിയ പ്രായത്തിൽ വളർന്നു വരുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് പലതരത്തിലുള്ള ഡിസോർഡേഴ്സായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പം ഇതിന് പ്രത്യേകിച്ച് സൈക്യാട്രിക് ആയിട്ട്, അതായത് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കൗൺസിലിംഗ് ആണ്. CBT പോലുള്ള കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള തെറാപ്പികളാണ് ഇവർക്ക് ചെയ്യുക. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും നമുക്കും അങ്ങനെയുള്ള പെരുമാറ്റ വൈകല്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുക. സ്ട്രെസ്സ് ഉണ്ടാവുന്ന സമയത്ത് അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് വഴി എന്നുള്ള രീതിയിൽ നമ്മൾ മുൻപോട്ട് പോവുക. ഇനി അതും കഴിഞ്ഞില്ല, തനിക്ക് തന്നെയും അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുള്ളവർക്കും തന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടുക. അവർ അതിനുള്ള നിർദ്ദേശങ്ങളും CBT മുതലായവ തന്നുകൊണ്ട് നിങ്ങളെ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ.